ഹലോ കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ള ചാപ്റ്ററിൻ്റെ അകത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ലേഡിയുടെ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് അതുപോലെ തന്നെ ഒരുപാട് സന്ദർഭങ്ങൾ തരണം ചെയ്തിട്ടുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അവരെക്കുറിച്ചൊക്കെ ഒന്ന് വായിച്ചു പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലേഡിയുടെ കഥ വായിച്ചു നോക്കാം. ആരെല്ലാമാണിത്? ഫസ്റ്റത്തെ ആളാരാ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് അല്ലേ. ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരാളാണ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ആണ് ആദ്യം തന്നെ വീൽ ചെയറിലിരുന്നു കൊണ്ട് ബ്രിട്ടീഷ് ഫൈസിസ്റ്റും അതുപോലെ തന്നെ കോസ്മോളജിസ്റ്റ് ആൻഡ് ഓത്തർ. അതായത് ഈ ബ്രിട്ടീഷ് ഫൈസിസ്റ്റും കോസ്മോളജിസ്റ്റ് ആൻഡ് ഓതറും അദ്ദേഹം ആയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വെറുതെ നമ്മളെപ്പോലെ പഠിക്കുക ആവുക ആ ഒരു ടൈപ്പിലല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം എന്താ പറയുക, വീൽ ചെയറിൽ മാത്രം ഇരിക്കേണ്ടി വന്ന അദ്ദേഹം വീൽ ചെയറിലിരുന്ന് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, നമുക്ക് എക്സാം എഴുതാൻ നമുക്ക് നടന്നു പോകാം, പക്ഷെ അദ്ദേഹത്തിന് ഉന്തിക്കൊണ്ടുകൊണ്ടിരുന്നു അല്ലേ. ആ ഒരു ടൈമിൽ അങ്ങനെ ഇത്രയും ദുരിതം അനുഭവിച്ച ആ ഒരു സമയത്ത് പോലും അദ്ദേഹം തളരാതെ അദ്ദേഹം ബ്രിട്ടീഷ് ഫിസിസ്റ്റും അതുപോലെ തന്നെ കോസ്മോളജിസ്റ്റും ഓതറും ഒക്കെ ആയി. ഫസ്റ്റ് പേഴ്സൺ ആരായിരുന്നു? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. അപ്പോൾ നെക്സ്റ്റ് പേഴ്സൺ ആരാ? ഒരു മിനിറ്റ്, അരുണിമ സിൻഹ അല്ലേ. അരുണിമ സിൻഹ ദ ഫസ്റ്റ് ഫീമെയിൽ അംപ്യൂട്ട് ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഒരു മിനിറ്റ്, നമ്മുടെ ഒരുപാട് അംഗവൈകല്യമുള്ള ആളുകളുണ്ട് അല്ലേ, കാല് വയ്യാത്ത അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മുടെ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ലേഡിയിൽ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളിൽ ഫീമെയിലിൽ ഒരുപാട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുന്നുകളും മലകളും ഒക്കെ കയറിയിട്ടുള്ള ഒരാളാണ് അരുണിമ സിൻഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് പേഴ്സൺ ആരാണ്? രവീന്ദ്ര ജെയിൻ. ഈ രവീന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മ്യൂസിക് കമ്പോസറാണ്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുള്ള ആളാണ്. ലിറിക്സ് ആൻഡ് പ്ലേബാക്ക് സിംഗറാണ് അദ്ദേഹം, പാട്ടുകാരനും കൂടിയാണ് കേട്ടോ രവീന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പോൾ ഇദ്ദേഹത്തിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള സമയത്ത്, കണ്ണ് കാണാത്ത ടൈമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇന്ത്യൻ മ്യൂസിക് കമ്പോസറും അതുപോലെ തന്നെ ലിറിക്സ് ആൻഡ് പ്ലേബാക്ക് സിംഗറും ഒക്കെ അദ്ദേഹം ആയത്. അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കാം. നൗ റീഡ് ആൻഡ് എക്സ്പെക്ട് ഫ്രം ദ ചാപ്റ്റർ 1 ഓഫ് ഹെലൻ കെല്ലേഴ്സ് ഓട്ടോബയോഗ്രാഫി. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ആരുടെ കഥയാണ്? ഒരുപാട് ജനങ്ങൾ മനസ്സിലേറ്റെടുത്തിട്ടുള്ള ഒരു കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലൻ ആഡംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കഥ, ഹെലൻ കെല്ലറിൻ്റെ കഥയാണ്. എന്ന് വെച്ചാൽ അവരുടെ ജീവിത കഥ എന്ന് പറഞ്ഞാൽ അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിനെയും അരുണിമ സിൻഹയെയും രവീന്ദ്ര ജെയിനെയും ഒക്കെ പോലെ തന്നെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരാളാണ് ഹെലൻ കെല്ലേഴ്സ്. അപ്പോൾ നമുക്ക് അവരെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാം അല്ലേ. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നാണ് നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രാഫിയുടെ പേര് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിത കഥ എന്നാണ് ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രാഫിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. നമുക്ക് എന്താ കഥയിലോട്ടേക്ക് കടക്കാം അല്ലേ. ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്. എൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതം പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ജീവിതമായിരുന്നു, നന്നായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു എന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത് കേട്ടോ. ഐ സോ ഐ കൺക്വയർഡ്. ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ തിരിച്ചറിഞ്ഞു. ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡു. ഞാൻ എന്താണ്, എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ കുട്ടിയാണ്. There was the usual amount of discussion on a name for me. എന്ന് വെച്ചാൽ ഹെലൻ കെല്ലറിൻ്റെ ഫാമിലിയിൽ, കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ തന്നെ ഒരു വലിയ ചർച്ചയായിരുന്നു ആരുടെ പേര്, ഹെലൻ കെല്ലറിനുള്ള ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി വാസ് നോട്ട് ടു ബി ലൈറ്റ്ലി നെയ്മഡ്. ആ ഒരു ഫാമിലീൻ്റെ അകത്തുള്ള ഒരു കുടുംബത്തിൽ ആദ്യത്തെ കുട്ടി ജനിക്കുമ്പോൾ ആ ഒരു കുട്ടിക്ക് നമ്മൾ കുഞ്ഞി പേരൊന്നും ഇടില്ല അല്ലെ, കുറച്ച് കട്ടിയുള്ള പേരൊക്കെ ആയിരിക്കും ഇടുക. അതുകൊണ്ട് തന്നെ ചെറിയ പേരൊന്നും ഇടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
എവരി വൺ വാസ് എംപാനിക്ഡ് അബൌട്ട് ദാറ്റ്. ഇതിൻ്റെ പേരിലായിരുന്നു എല്ലാവരും തമ്മിലുള്ള എന്താ പറയുക ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടി, അങ്ങനെ നമ്മൾ പലതും പറയും അതിന്. അവരെന്താ പറയുക, ഒരുപാട് ചിന്ത അങ്ങനെയൊക്കെ പറയാം അല്ലേ. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ. അങ്ങനെ നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ അച്ഛന് നമ്മുടെ ഹെലൻ കെല്ലറിന് മിൽഡ്രഡ് ക്യാമ്പൽ എന്നൊരു പേര് സജസ്റ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന പേരിടാം എന്ന് തീരുമാനിച്ചു. എൻ്റെ മോൾക്ക് ഈ ഒരു പേരിടാമെന്ന് ആര് തീരുമാനിച്ചു? ഹെലൻ കെല്ലറിൻ്റെ അച്ഛൻ തീരുമാനിച്ചു. ഈ ഒരു സമയത്ത് ഷി വാസ് വൺ ഓഫ് അവർ ലൈറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആൻസസ്റ്റേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏതോ പൂർവികരിലെ ആരും ഒരാളുടെ പേരായിരുന്നു അത്ര ഈ ഒരു മിൽഡ്രഡ് ക്യാമ്പൽ എന്ന് പറയുന്ന പേര്. What in the excitement was excitement of carrying me to search, my father forgot the name on the way. അങ്ങനെ ഇതൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞ് വളരെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ അവരെന്ത് ചെയ്യാണ്, ചർച്ചിലേക്ക് പോവുകയാണ്. ചർച്ചിൽ പോയ സമയത്ത് അച്ഛന്, അതായത് നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ അച്ഛനോട് മിൽഡ്രഡ് ക്യാമ്പൽ എന്ന ആ ഒരു പേര് എന്ത് ചെയ്തു, മറന്നുപോയി. when the church minister asked him ഫോർ ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയ സമയത്ത് ചർച്ചിലെ മിനിസ്റ്റർ ചോദിച്ചു കുട്ടിയുടെ പേരെന്താ ഇടാൻ പോകുന്നതെന്ന് ചോദിച്ച സമയത്ത് ഹി ഗേവ് ദ നെയിം ഹെലൻ ആഡംസ്. അങ്ങനെ അവരെന്ത് ചെയ്തു, അവളുടെ അച്ഛൻ എന്ത് ചെയ്തു, ഹെലൻ ആഡംസ് എന്നൊരു പേരിട്ടു കേട്ടോ. കാരണം പേര് മറന്നുപോയെന്ന് വെച്ചിട്ട് പേരിടാൻ വേണ്ടി നിശ്ചയിച്ച ദിവസമൊന്നും നമുക്കിപ്പോൾ മാറ്റാനൊന്നും കഴിയില്ലല്ലോ. ആ ഡേയിൽ തന്നെ നമുക്ക് ഇടാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹെലൻ ആഡംസ് എന്ന പേര് നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ അച്ഛൻ ഹെലൻ കെല്ലറിന് ഇട്ടു. ഒരു മിനിറ്റ്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാം. I showed many signs of an eager, self-asserting disposition when I was still a baby. ഒരു നമ്മുടെ ഹെലൻ കെല്ലേഴ്സിൻ്റെ ഒരു കുഞ്ഞുനാൾ തന്നെ ഹെലൻ കെല്ലേഴ്സിന് എന്തോ മാറ്റങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു കേട്ടോ. I insisted upon imitating everything that I saw other people doing. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെലൻ കെല്ലർ മറ്റുള്ള ആൾക്കാർ പറയുന്നതും ചെയ്യുന്നതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇമിറ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പോലെ തന്നെ അനുകരിക്കാനായിട്ട് തുടങ്ങി. അറ്റ് ദ 6 months I could pipe out how day. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിന് ശേഷം നമ്മുടെ ഹെലൻ കെല്ലർ ഹൗ ഡേ എന്ന വേർഡ് ഉച്ചരിക്കാൻ വേണ്ടി തുടങ്ങി. വൺ ഡേ ഐ അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ ബൈ സെയിങ് ടി ക്വൈറ്റ് പ്ലെയിൻലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹെലൻ കെല്ലർ ടി എന്ന് പറഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വേർഡ് നമ്മുടെ ഹൗ ഡേ എന്ന് പറഞ്ഞ വേർഡ് ഉച്ചരിച്ച് കഴിഞ്ഞു കേട്ടോ. ടി എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉച്ചരിക്കാൻ വേണ്ടി തുടങ്ങി. ആ ഒരു സമയത്ത് ഒരുപാട് അവരുടെ കുടുംബക്കാരൊക്കെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ നേരേക്കായി. കാരണം കുഞ്ഞുനാളിൽ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ പലർക്കും എന്തായിരിക്കും, പറയുമ്പോൾ പലർക്കും ഒരു ഇതായിരിക്കും, എന്താ പറയുക, ഒരു ഞെട്ടലൊക്കെ ആയിരിക്കും അല്ലേ. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ്. അങ്ങനെ നമ്മുടെ ഹെലൻ കെല്ലറിന് അസുഖം വന്നതിന് ശേഷം ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദോസ് ഇയർലി മന്ത്സ്. ഒരുപാട് മാസങ്ങൾ അങ്ങനെ അങ്ങ് പോയ ആ ഒരു സമയത്ത് ഒരുപാട് വേർഡ്സൊക്കെ പറയുന്നത് ആര് നിർത്തി, ഹെലൻ കെല്ലർ നിർത്തി. ഐ വാസ് ദ വേർഡ് വാട്ടർ. അങ്ങനെ ഞാൻ വാട്ടർ എന്നൊരു വേർഡ് പറയാൻ തുടങ്ങി. ഐ continued to make some sound for the word after all other speech was lost. അങ്ങനെ അസുഖം വന്നതിന് ശേഷം പല വേർഡുകളും പറയുന്നത് നിർത്തുകയായിരുന്നു നമ്മുടെ ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ സ്റ്റോപ്പ്ഡ് മേക്കിംഗ് ദ സൗണ്ട് ഓൺലി വെൻ ഐ ലേൺഡ് ടു സ്പെൽ ദ വേർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയുക വ എന്ന വേർഡ് മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അതും ആര് നിർത്തി, ഹെലൻ കെല്ലർ നിർത്തിക്കളഞ്ഞു. ലേൺ ടു സ്റ്റോപ്പ് ദ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേർഡും മാത്രമായിരുന്നല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വേർഡും പിന്നീട് എന്ത് ചെയ്തു ശ്രദ്ധിക്കാം.
ടെൽ മീ ഐ വോക്ക് ദ ഡേ ഐ വാസ് എ ഇയർ ഓൾഡ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹെലൻ കെല്ലറിന് ഒരു വയസ്സായി. ആ ഒരു സമയത്ത് മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൻ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹർ ലാപ്പ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ അമ്മ ബാത്ത് ടബിൻ്റെ അകത്ത് നിന്ന്, നമ്മൾ കണ്ടില്ലേ വലിയ വലിയ വീട്ടിലുള്ള കുളിക്കാനൊരു ടബ്, അപ്പോൾ ആ ഒരു ടബിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ അമ്മ എടുത്തിട്ട് തൻ്റെ മടിയിൽ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫിൽറ്ററിങ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. ആ ഒരു സമയത്ത് നമ്മുടെ ഹെലൻ കെല്ലറിന് ഒരു കാര്യം അട്രാക്റ്റ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ എന്ത് ചെയ്യാണ്, ഇലകളുടെ നിഴലുകൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ആടിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്നത്, അതായത് സൂര്യപ്രകാശത്തിൽ ആടിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മൂത്തായിട്ടുള്ള ഫ്ലോറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് ടൈലായിരിക്കുമല്ലോ ഇട്ടിരിക്കുന്നത്. കാരണം മിനുസമുള്ള ഫ്ലോർ തന്നെ ടൈലായിരിക്കും ഇട്ടിരിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് കൂടി എന്ത് കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഐ സ്ലിപ്പ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ഓൾമോസ്റ്റ് ദ ടുവേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഹെലൻ കെല്ലർ അവളുടെ അമ്മയുടെ മടിയിൽ നിന്ന് വഴുതി പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ദ ഇംപ്ലസ് വാസ് ക്വിക്ക്ലി ഗോൺ. പക്ഷേ അവിടെയൊന്നും എത്താൻ ആരെക്കൊണ്ട് കഴിഞ്ഞില്ല, നമ്മുടെ ഹെലൻ കെല്ലറിന് കഴിഞ്ഞില്ല. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹർ ആംസ്. ആ സമയത്ത് നമ്മുടെ ഹെലൻ കെല്ലർ എന്ത് ചെയ്യാണ്, വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഹെലൻ കെല്ലർ കരയാണ്. ആ ഒരു സമയത്ത് ഹെലൻ കെല്ലറിൻ്റെ അമ്മ ഹെലൻ കെല്ലറിനെ എടുത്ത് തങ്ങളുടെ കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ. ദിസ് ഹാപ്പി ഡേയ്സ് നോട്ട് ലാസ്റ്റ് ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സന്തോഷമുള്ള ദിവസങ്ങളും കാര്യങ്ങളൊന്നും അധിക നാൾ മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് 1 ഇയർ, അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വൺ ബ്രീഫ് സ്പ്രിങ് വെൻ ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സാങ് ദയർ മെലഡി സോങ്സ്. അങ്ങനെ ബ്രീഫ് സ്പ്രിങ്ങിൽ എന്തെയാണ്, റോബിൻ ബേർഡും അതുപോലെ തന്നെ മോക്കിംഗ് ബേർഡും മെലഡി സോങ്സ് പാടുകയാണ്. അപ്പോൾ ഈ ഒരു റോബിൻ ബേർഡും മോക്കിംഗ് ബേർഡിനെ നിങ്ങൾ കാണണം അല്ലേ. അപ്പോൾ റോബിൻ ബേർഡിനെയും മോക്കിംഗ് ബേർഡിനെയും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതാണ് കേട്ടോ റോബിൻ ബേർഡ്. നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് എല്ലാം പഠിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതടക്കം കാണിച്ചു തന്ന് ക്ലാസ് എടുക്കുന്നത്. നന്നായിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് മുമ്പോട്ട് എക്സാമിനൊക്കെ നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇതാണ് റോബിൻ ബേർഡ്. ഇനി നമുക്ക് മോക്കിംഗ് ബേർഡിനെ കാണാം കേട്ടോ. മോക്കിംഗ് ബേർഡ് ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ട് മോക്കിംഗ് ബേർഡിൻ്റെ ഇമേജ് ഇതാണ് കേട്ടോ. മോക്കിംഗ് ബേർഡ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ആർക്ക് നമ്മുടെ മോക്കിംഗ് ബേർഡിന് വരുന്ന ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പം കണ്ടിട്ടുള്ള ഒരു മോക്കിംഗ് ബേർഡിൻ്റെയും അതുപോലെ തന്നെ റോബിൻ ബേർഡിൻ്റെയും മോക്കിംഗ് ബേർഡിൻ്റെ ഒക്കെ മെലഡി സോങ്സ് പാടുകയാണ്. നമ്മുടെ മെലഡി സോങ്സ് ഒന്നും കേട്ടിട്ടില്ലേ? ആ ഒരു സോങ്സ് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ റോബിൻ ബേർഡും മോക്കിംഗ് ബേർഡും ഒക്കെ പാടുകയാണ് കേട്ടോ. അങ്ങനെ എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. അങ്ങനെ സമ്മർ കാലമായപ്പോഴത്തേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്മർ എന്ന് പറയുമ്പോൾ സമ്മർ ആയപ്പോഴത്തേക്കും സമ്മർ വിച്ച് ഹെയർ സമ്മർ കാലഘട്ടത്തിൽ റോസസും ഫ്രൂട്ട്സും ഉണ്ടാവുകയാണ്. റോസാപ്പൂക്കളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാവുകയാണ്. ആൻഡ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടം കാലഘട്ടം ആയപ്പോഴത്തേക്കും ഗോൾഡൻ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഷെഡിങ് ലീവ്സൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി. ഒരു ഫെബ്രുവരി മന്തായ സമയത്ത് തന്നെ ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിൻ്റർ കാലഘട്ടം ആയപ്പോഴത്തേക്കും ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഹെലൻ കെല്ലർ ഒരു ഫെബ്രുവരി മാസമായ സമയത്ത് ഒരു വിൻ്റർ തണുത്ത കാലഘട്ടത്തിൽ നമ്മുടെ ഹെലൻ കെല്ലറിനെ തൻ്റെ രോഗം എന്ത് ചെയ്യാണ്, ഒന്നായിട്ട് പൊതിയാണ്. എന്തൊക്കെയാണ് പൊതിയുന്നത്? അവൾക്ക് സംസാരശേഷി, ഐസ്, കാഴ്ചശക്തി, ഇയേഴ്സ്, കേൾവിശക്തി എന്നിവയൊക്കെ നഷ്ടപ്പെടുകയാണ് ആർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഹെലൻ കെല്ലറിന് ചെയ്യുന്നത്. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലിവ്. ഡോക്ടർ വിചാരിച്ചത് ഹെലൻ കെല്ലർ ജീവിച്ചിരിക്കില്ല എന്നാണ് ഡോക്ടർ അടക്കം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇയർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. അങ്ങനെ കുറച്ച് പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്യാണ്, പനി ഹെലൻ കെല്ലറിനെ വിട്ട് മാറുകയാണ് ചെയ്യുന്നത്. There was great rejoicing in the family that morning. അങ്ങനെയല്ല, ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാണ്, സന്തോഷമാവുകയാണ് ഹെലൻ കെല്ലറിന് ഒരു കുഴപ്പമില്ല എന്നറിഞ്ഞ ആ ഒരു സമയത്ത്. ബട്ട് നോ ശ്രദ്ധിക്കുക, ബട്ട് നോ വൺ നോട്ട് ഈവൻ ദ ഡോക്ടർ. പക്ഷേ ഡോക്ടറിന് പോലും ഒരു കാര്യം അറിയില്ലായിരുന്നു. ന്യൂ ദാറ്റ് ഐ വുഡ് നെവർ സീ ഓർ ഹെയർ അഗെയിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എനിക്ക് സംസാരശേഷി, കേൾവിശക്തി, അതുപോലെ തന്നെ കാഴ്ചശക്തിയും എല്ലാം നമ്മുടെ ഹെലൻ കെല്ലറിന് നഷ്ടപ്പെടും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന കാര്യം ഡോക്ടറിന് പോലും അറിയില്ലായിരുന്നു. ശ്രദ്ധിക്കാം. ഐ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനിലാവുകയാണ് നമ്മുടെ ഹെലൻ കെല്ലറിന് പറഞ്ഞാൽ. അങ്ങനെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ കാണാതായപ്പോൾ എന്താ പറയുക, ഒരു കൺഫ്യൂസ്ഡ് ആവുകയാണ് നമ്മുടെ ഹെലൻ കെല്ലർ. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദർ ട്രൈഡ് ടു സൂത്തി മീ ഇൻ മൈ വർക്കിംഗ് ഹവേഴ്സ്. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഓൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ വിത്ത് ഐ വോക്ക് അപ്പ് ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖം വന്നതിന് ശേഷം നമ്മുടെ ഹെലൻ കെല്ലറിന് ഭയങ്കര വേദനയും അതുപോലെ തന്നെ കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. കാരണം പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാത്തൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരുന്നു, മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റാത്ത ഒരു സമയമായിരുന്നു. ഐ ടേൺഡ് മൈ ഐസ് ഓൾ away from the once loved light. അത്രയ്ക്കും നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ കണ്ണുകൾ വെളിച്ചത്തെ സ്നേഹിച്ചിരുന്നു. ബട്ട് എക്സ്പെക്റ്റ് ഫോർ ദസ് ഫീലിംഗ് മെമ്മറീസ്. അതുകൊണ്ട് തന്നെ ഫ്ലീറ്റിംഗ് മെമ്മറീസ്, അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളൊന്നും എന്താ പറയാൻ പറ്റില്ല, എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ലായിരുന്നില്ല. ഇൻ ഓൾ സീംസ് വെരി അൺറിയൽ ലൈക്ക് എ നൈറ്റ് മാൻ. പിന്നീട് അങ്ങോട്ട് അതിനോട് ഒന്നും അടുത്ത് നൈറ്റ് മെയറിന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പേടി സ്വപ്നം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു പേടി സ്വപ്നമായിരുന്നു ആർക്ക്, നമ്മുടെ ഹെലൻ കെല്ലറിന്. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ആൻഡ് സറൗണ്ട് മീ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഡാർക്ക്നെസ്സും സൈലൻസും ഒക്കെ കൂടി നമ്മുടെ ഹെലൻ കെല്ലർ അതൊക്കെ ആയിട്ടൊന്ന് അഴുകി ചേർന്ന് വന്നു. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റായിട്ട് അവൾക്ക് തോന്നിയെങ്കിലും അതിലൊക്കെ അവൾ അഴുകി ചേർന്ന് വരികയാണ്. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ്. ഒരു മിനിറ്റ്. ചേഞ്ചർ, ഒരു മിനിറ്റ്, നിങ്ങൾ സ്ക്രീനിൻ്റെ അകത്ത് ചേഞ്ചർ എന്നൊക്കെ കാണുന്നുണ്ടോ? ഡാർക്ക്നെസ് മീ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ഓൺ ഡിഫറെൻറ്റ് ഐ ടീച്ചർ. ഒരു മിനിറ്റ്, കുറച്ചുകൂടി ഒന്ന് ഇത് ചെയ്യാണ്ട്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് വാസ് അതന്നെ, ഇറ്റ് വാസ് മൈ ടീച്ചർ. അങ്ങനെ ഇറ്റ് വാസ് മൈ ടീച്ചർ. ഒരു മിനിറ്റ്.
ഹു ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ ടീച്ചർ ഹെലൻ കെല്ലറുടെ ടീച്ചർ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ഹെലൻ കെല്ലറിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. അങ്ങനെ ഒരു 19 മാസം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഹെലൻ കെല്ലറിൻ്റെ ജീവിതം എന്ന്. ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിന്. ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് ഓഫ് ബോത്ത് ഗ്രീൻ ഫീൽഡ്സ് ആൻഡ് ലൂമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. ഇത്രയും കാര്യങ്ങൾ കണ്ട് കളിച്ച് ഇതായിട്ട് ഒക്കെ ഉള്ള, അതായത് ഗ്ലിംസസും ബോർഡും അതുപോലെ തന്നെ ഗ്രീൻ ഫീൽഡ്സും ലൂമിനസും സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സും ഇതൊക്കെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ആരെന്ന് 19 മാസത്തിന് മുമ്പുള്ള നമ്മുടെ ഹെലൻ കെല്ലർ. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് വുള്ളി ബ്ലോട്ട് ദം ഔട്ട്. പിന്നീട് ആ ഒരു ഇരുട്ടിനോട് അഴുകിച്ചേരുകയാണ് നമ്മുടെ ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ഡിഡ് വൺ സെക്കൻഡ് ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? അങ്ങനെ ഹെലൻ കെല്ലറിൻ്റെ പേരിനെ കുറിച്ച്, പേര് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്, ഏത് പേരാണ് ഇട്ടത്, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണത്. ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? ഹെലൻ എങ്ങനെയാണ് തനിക്ക് തൻ്റെ പേര് കിട്ടിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെലൻ കെല്ലേഴ്സ് ഫാദർ ലൈറ്റ്ലി ഇൻറ്റേർഡ് ടു നെയിം മിൽഡ്രഡ് ക്യാമ്പൽ. അങ്ങനെ ഹെലൻ കെല്ലറിൻ്റെ അച്ഛന് എന്ത് ചെയ്തു? ഹെലൻ കെല്ലറിന് മിൽഡ്രഡ് ക്യാമ്പൽ എന്നൊരു പേര് തിരഞ്ഞെടുത്ത് അത് ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആഫ്റ്റർ ഐ ലൈറ്റ്ലി എസ്റ്റീംഡ് ആൻസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അവരുടെ കുടുംബത്തിലെ അതൊരു പൂർവികരുടെ പേരാണത്രേ. അപ്പോൾ ഹവർ ഓൺ ദ വേ ടു ദ ചർച്ച് ടു ഹാവ് ഹർ ബോത്രൈറ്റ് he forgot the name and when asked by the minister. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചർച്ചിലേക്ക് പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ ആ ഒരു പേര് മറന്നു പോകുകയാണ് മറ്റേ ഹെലൻ കെല്ലേഴ്സിൻ്റെ അച്ഛന്. ആ ഒരു സമയത്ത് ചർച്ചിലെ മിനിസ്റ്റർ ചോദിക്കുകയാണ് കുട്ടിയുടെ പേരെന്താ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് ഹി ഗേവ് ദ നെയിം ഹെലൻ ആഡംസ് ഇൻസ്റ്റേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ കിട്ടിയ ഒരു പേരാണ് ഹെലൻ ആഡംസ്. അപ്പോൾ ആ ഒരു പേര് ഇടുകയാണ് നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ അച്ഛൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വൈ ഡൂസ് ഹെലൻ സേ ഹി ഹാഡ് ഷോഡ് മെനി തിങ്സ് ഓഫ് ആൻ ഈഗർ സെൽഫ് അസേർട്ടിങ് ഡിസ്പൊസിഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെലൻ കെല്ലർ കുഞ്ഞുനാളിൽ തൊട്ടിട്ട് പല കാര്യങ്ങൾ ഈഗോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാര്യങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെലൻ കെല്ലർ ഷോഡ് സൈൻസ് ഓഫ് ബിഗിനിങ് ഈഗർ ആൻഡ് സെൽഫ് അസേർട്ടിങ് ഫ്രം എ വെരി യങ് ഏജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഏജിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് സെൽഫ് അസേർട്ടിങ് ആർക്കുണ്ടായിരുന്നു? ഹെലൻ കെല്ലറിന് ഉണ്ടായിരുന്നു. ഹി ഇമിറ്റേറ്റഡ് എവറിതിങ് ഷീ സോ അതർ ഡൂയിങ്. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇമിറ്റേറ്റ് ചെയ്യും, അവരനുകരിക്കുന്ന ആ ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? കുഞ്ഞുനാൾ തൊട്ടേ നമ്മുടെ ഹെലൻ കെല്ലറിനുണ്ടായിരുന്നു. സച്ച് ആസ് സ്പീക്കിംഗ് വേർഡ്സ് ലൈക്ക് ഹൗ ഡേ അറ്റ് 6 months ആൻഡ് ടേ കെയർലി. അങ്ങനെ ഹൗ ഡേ എന്നും 6 മാസത്തിന് ശേഷം ടേ എന്ന വേർഡും ക്ലിയറായിട്ട് ഹെലൻ കെല്ലർ പറയാൻ വേണ്ടി തുടങ്ങി. ഈവൻ ആഫ്റ്റർ ലോസ്റ്റിംഗ് ഹർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് ഡ്യൂ ടു ഇൽനെസ്. അങ്ങനെ അവളെ ഇൽനെസ് അസുഖം ബാധിച്ചതിന് ശേഷം ഹി റിമെമ്പർഡ് ആൻഡ് കണ്ടിന്യൂഡ് ആൻഡ് ആൻസിസ്റ്റേഴ്സ് ആൻഡ് ദ വേർഡ് വാട്ടർ. പിന്നീട് അവൾക്ക് വായിൽ വന്നിട്ടുള്ളത് വാട്ടർ എന്ന വേർഡ് മാത്രമായിരുന്നു. പിന്നീട് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വൈ ഡിഡ് ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലോസ്റ്റ് ലോങ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ സന്തോഷങ്ങളുള്ള നിമിഷങ്ങളും ദിവസങ്ങളും ഒന്നും അത്ര കാലം മുമ്പോട്ട് പോയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെലൻസ് ഹാപ്പി ഡേയ്സ് ഡിഡൻറ്റ് ലോസ്റ്റ് ലോങ് ബിക്കോസ് അറ്റ് ദ ഏജ് ഓഫ് 19 months in February she was struck by an illness that left her blind and deaf.
This illness closed both her eyes and ears forever, changing her life drastically. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ ഒരു 19 മാസം ആയ സമയത്ത് തന്നെ ഒരു ഫെബ്രുവരി മാസത്തിൽ ഹെലൻ കെല്ലറിന് ഈ ഇൽനെസ്, അവളുടെ അസുഖം അവൾക്ക് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവൾക്ക് കണ്ണോ ചെവിയോ അതുപോലെ തന്നെ അവളുടെ കണ്ണും ചെവിയും അതുപോലെ തന്നെ വായും ഒന്നും അവൾക്ക് സംസാരശേഷിയും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം അവൾക്ക് വന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വൈ ഡിഡ് ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലോസ്റ്റ് ലോങ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലോസ്റ്റ് ലോങ് എന്ന് പറയാൻ കാരണം തന്നെ അത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് tragedy struck Helens in February? Helen Keller was struck by an illness but left ഒരു മിനിറ്റ്. Helen Keller was struck by own illness that left her blind and deaf. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഒരു കാലാവസ്ഥ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു മിനിറ്റ്. ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ളത് ക്വസ്റ്റിനും ആൻസറും കൂടിയാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് വായിച്ച് നോക്കാം. വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻ ഇൻ ഫെബ്രുവരി. അപ്പോൾ ഫെബ്രുവരിയിൽ ഹെലൻ സംഭവിച്ചത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ഫെബ്രുവരി ഹെലൻ കെല്ലർ വാസ് സ്ട്രക്ക് ബൈ ആൻ ഇൽനെസ് ദാറ്റ് ലെഫ്റ്റ് ഹർ ബ്ലൈൻഡ് ആൻഡ് ഡീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാസത്തിൽ ഹെലൻ കെല്ലറിൻ്റെ അസുഖം ഹെലൻ കെല്ലറിൻ്റെ കാഴ്ചശക്തിയും കേൾവിശക്തിയും സംസാരശേഷിയും എല്ലാം നഷ്ടമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വൈ were the first 19 months of Helen Keller's life different? എന്തുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള 19 കാലങ്ങളിലും നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ ജീവിതം വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഞാൻ വായിക്കുവാണ്. ലാസ്റ്റ് എൻ്റെ മീനിങ് പറയാം കേട്ടോ. The first 19 months of Helen Keller's life were different because during this time she could see and hear. She caught glimpses of broad green fields and luminous sky and trees and flowers. Tried period was filled with happy experience of hearing blossoms, seeing blooming roses and fruits in summer, and experiencing the changing seasons. It was a stark contrast to the darkness and silence that followed after she lost her sight and hearing due to illness. എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 മാസം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഗ്ലിംസസ് ബോർഡ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ഫീൽഡ്സ്, അതുപോലെ തന്നെ ലൂമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ഇതൊക്കെ അവൾ ആസ്വദിച്ചിട്ടുണ്ട്. പൂക്കളും പാടങ്ങളും നീല ആകാശവും എല്ലാം ഗ്ലിംസസ് ബോർഡ്, അങ്ങനെ പലതും അവൾ ആസ്വദിച്ചിട്ടുള്ള കാലഘട്ടം. പിന്നെ അവളുടെ അസുഖം വന്ന് അവളുടെ കാഴ്ചശക്തി കേൾവിശക്തി ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ആക്ടിവിറ്റി 1 ശ്രദ്ധിക്കുക കേട്ടോ. ആക്ടിവിറ്റി 1 ശ്രദ്ധിക്കുക. അതിന് മുമ്പ് ഹെലൻ കെല്ലറിൻ്റെ ഹാൻഡ് ഓതർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ വായിച്ച് നോക്കിയാൽ മതി. അത് പ്രത്യേകിച്ച് നമുക്കൊന്നും ഉണ്ടാക്കാനുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി അത് കേട്ടോ. നമുക്ക് എന്തായാലും ആക്ടിവിറ്റി 1ലേക്ക് കടക്കാം. There is training to list out the events in the early life of Helen Keller, but he is not able to put them in order. Read the passage once again and help him write the following in the correct order എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള കഥയിൽ പല ഓർഡറിലായിട്ട് അതിൽ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ ഒരു ഇവൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡറിലായിട്ട് എഴുതണം എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ അത്
അതിൽ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. അതിന് ശേഷം നമുക്ക് കറക്റ്റ് ഓർഡറിലായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് നോക്കിയാലോ. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കെയിം എ ഇയർ ഓൾഡ്. ഹെലൻ കെല്ലറിന് എന്താ പറയുക, ഒരു വയസ്സായി ആയോ? ജനിക്കുമ്പോഴത്തേക്ക് ഒരു വയസ്സാവോ? ഇല്ല അല്ലേ. ഹെലൻ ലേൺഡ് ദ വേർഡ് വാട്ടർ ഇൻ ദ ഇയർലി മന്ത്സ്. അങ്ങനെ കുറച്ച് മാസത്തിന് ശേഷം വാട്ടർ എന്ന വേർഡ് ഉച്ചരിക്കാൻ തുടങ്ങി. ഇല്ല അല്ലേ, മാസങ്ങളാകുന്നില്ല, ജനിക്കുന്ന ടൈമാണ് ആദ്യം തന്നെ പറയുന്നത്. ദർ വാസ് ആസ് എ ഡിസ്കഷൻ നെയിമിങ് ദ ബേബി. കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരിക്കലും അവളുടെ പേരെന്ത് ചെയ്യില്ല, പറയില്ല. അതുകൊണ്ട് തന്നെ അതുമല്ല. ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ഹെലൻ ആ ഒരു ഫാമിലിയിലെ ഫസ്റ്റ് ബേബിയാണ്. നെക്സ്റ്റ് എന്താ, ഹെലൻ ഫെൽ ഇല്ല് എന്ന് വെച്ചാൽ അവളെ അസുഖം അവളെ പിടികൂടി എന്നാണ് പറയുന്നത്. മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. മിൽഡ്രഡ് ക്യാമ്പൽ എന്ന പേര് അവൾക്ക് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏതാ പറയുന്നത്, അതന്നെ ഹെലൻ വാസ്, ഒരു മിനിറ്റ്, അങ്ങനെ എന്താണ് വരുന്നത്, ഫോർത്ത് ഫസ്റ്റും അതുപോലെ തന്നെ തേർഡ് സെക്കൻഡും സിക്സ്ത് തേർഡും സെക്കൻഡ് ഫോറും ഫസ്റ്റ് ഫൈവും 5 6 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വണ്ണ് എന്താ പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ചൂസ് അനദർ suitable little from the options given below the passage. You many also give one of your own. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിന് കൊടുക്കാൻ പറ്റിയ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 3 അവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 അവിടെ വിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണ്. ജസ്റ്റ് ക്വസ്റ്റ് ഫോർ എ നെയിം. അപ്പോൾ ഒന്ന് നമുക്ക് അത് ആ പേരിടാം. പിന്നെ എന്താ വരുന്നത്, അൺഫോൾഡിങ് ഗ്രീഫ്, പിന്നെ നമുക്ക് ആ പേരിടാം. സീസൺസ് എന്ന് വേറൊരു പേരിടാം. പിന്നെ നമുക്ക് വേറെ എന്ത് പേരാണ് നമ്മൾ ഇടുക, സ്ട്രഗിളർ എന്നിടാം അല്ലേ. സ്ട്രഗിളർ എന്ന പേരിടാം. പിന്നെ ഏതാ വരുന്നത്, റിയൽ ഫൈറ്റർ എന്ന പേരും നമുക്കിടാം കേട്ടോ. ടെക്സ്റ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോന്ന് തന്നെ എടുക്കുവാണ് കേട്ടോ വേറെ. അപ്പം ഈ 2 പേരും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് തന്നിരിക്കുന്ന പാസേജിൽ കുറേ സീസണുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെപ്പറ്റി എഴുതാം അല്ലേ. തേർഡ് ആക്ടിവിറ്റി ശ്രദ്ധിക്കുക കേട്ടോ. സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. നമുക്ക് തന്നിരിക്കുന്ന പാസേജിൽ ഒരുപാട് സീസൺസിനെ പറ്റി പറയുന്നുണ്ട്. റൈറ്റ് ദ നെയിംസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൻ ബിലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളംസിൽ എന്ത് ചെയ്യണം, സീസൺസും അതുപോലെ തന്നെ സീസൺസിൻ്റെ ഫ്യൂച്ചേഴ്സും നമ്മൾ എഴുതിയെടുക്കണം. അപ്പോൾ സീസൺസും നമുക്കും ഫ്യൂച്ചേഴ്സും നമുക്ക് എന്തായാലും എഴുതിയെടുക്കാം. ഫസ്റ്റ് സ്പ്രിംഗ് സീസണെ പറ്റി നമുക്ക് എഴുതാം. ഫ്യൂച്ചേഴ്സ് എന്താ, റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സിംഗിങ് മെലഡി സോങ്സ് എന്ന് പറഞ്ഞ് എഴുതുക. അതിനുശേഷം ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് എഴുതുക. അതിനുശേഷം റെൻവൽ ഓഫ് ലൈഫ് ആൻഡ് ഗ്രോത്ത് ആഫ്റ്റർ വിൻ്റർ. നമുക്ക് ടെക്സ്റ്റ് പറയുന്നുണ്ട്, ആ ഒരു കാര്യം തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് സമ്മറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫീച്ചേഴ്സ് കണ്ടിന്യൂഡ് ബ്ലൂമിങ് ഓഫ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്, വാം വെതർ ആൻഡ് ലോങ്ങർ ഡേ ലൈറ്റ് ഹവേഴ്സ്. ആൻഡ് പിന്നെ പറയുന്നത് എന്താണ്, അബൻഡൻസ് ആൻഡ് വൈബ്രൻസി ഇൻ നേച്ചർ. പിന്നെ വരുന്നത് ഓട്ടമാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ശ്രദ്ധിക്കുക. ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ് ആൻഡ് ഹാർവസ്റ്റ് ടൈം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ട്രാൻസ്ലേഷൻ ഫ്രം വാം ടു കൂളർ ടെമ്പറേച്ചർ. അപ്പോൾ നെക്സ്റ്റ് പിന്നെ നിങ്ങൾ എന്താ വേണ്ടത്, വിൻ്ററിനുള്ള സംഭവത്തിൽ നിങ്ങൾ എഴുതേണ്ടത് ഹെലൻ കെല്ലറിൻ്റെ കുറിച്ചിട്ട് കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഉണ്ടാക്കിയിട്ട് എഴുതുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെലൻ കെല്ലറിൻ്റെ തന്നെയാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എഴുതി കാണിച്ചു തരാം, അത് നിങ്ങൾ എഴുതുക കേട്ടോ. ഫെബ്രുവരി മിഡിൽ
of the February, middle of the year, illness, occurred. അപ്പോൾ ഈ ഒരു സംഗതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സമ്മർ എന്ന് പറഞ്ഞ് എഴുതേണ്ടത് കേട്ടോ. ഈ ഒരു സംഭവമാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. നമുക്കിനി എന്തായാലും സ്ക്രീനൊന്ന് മായ്ക്കാം. സ്ക്രീന് മായ്ക്കുവാണ് ഞാൻ കേട്ടോ. പിന്നീട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ മെനി സീസൺസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ, കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ആൻഡ് ഡിഫറെൻറ്റ് സീസൺസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ ഒട്ടിക്കാനുള്ള ക്വസ്റ്റ്യൻസാണ് ഫോർത്ത് വന്നിരിക്കുന്നത്. ചിത്രങ്ങൾ കിട്ടിയിട്ട് പറിച്ചൊട്ടിക്കുന്ന സംഭവമാണ്. നിങ്ങൾ പറിച്ചൊട്ടിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യാൻ. ശേഷം നമ്മളെ ഇന്ത്യയിലുള്ള സീസൺസ് ഏതൊക്കെയാണ്, നമ്മളെ ഇന്ത്യയിൽ സ്പ്രിംഗ് ഉണ്ട്, സമ്മർ ഉണ്ട്, ഓട്ടം ഉണ്ട്, വിൻ്റർ ഉണ്ട്, അങ്ങനെ പലതും മാറി മാറി ഇങ്ങനെ വരുന്ന സീസൺസാണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് എഴുതാം കേട്ടോ. പിന്നീട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. 5 ആണ്. ഇമേജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ opportunity to talk to Helen Keller's mother, Kate Keller. That questions would you like to ask എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് കരുതിയിട്ട് ഹെലൻ കെല്ലറിൻ്റെ അമ്മയായ കേറ്റ് കെല്ലറിനോട് നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക, ഹൗ ഡിഡ് യു ഫീൽ വെൻ ഹെലൻ വാസ് ബ്രോൺ ബീയിങ് ദ ഫസ്റ്റ് ബേബി ഇൻ യുവർ ഫാമിലി. ഹെലൻ ആദ്യത്തെ കുട്ടിയായി നിങ്ങളുടെ ഫാമിലിയിൽ ജനിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണ് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് വർ ഹെലൻസ് ഫേവറേറ്റ് ആക്ടിവിറ്റീസ് ഓർ ഇൻട്രസ്റ്റസ് ബിഫോർ ഷീ ഫെലിൽ. അപ്പം അങ്ങനെ ഹെലന് അസുഖം വന്നതിന് ശേഷം ഹെലൻ്റെ ഫേവറേറ്റ് ആക്ടിവിറ്റീസൊക്കെ എന്തായി. അതിനുശേഷം ഹൗ ഡിഡ് ഹെലൻസ് ഇൽനെസ് ഇംപാക്ട് യുവർ ഫാമിലി ഡെയിലി ലൈഫ്. നമ്മുടെ ഹെലന് ഇൽനെസ് അസുഖം വന്നതിന് ശേഷം ഫാമിലിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെൻറ്റ് ഫ്രം ഹെലൻസ് ഇയർലി ചൈൽഡ്ഹുഡ് ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് ടു യു. അപ്പോൾ ആ ഒരു ഹെലൻ ഉണ്ടായ ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത്. ഹൗ ഡിഡ് ഹെലൻസ് എഡ്യൂക്കേഷൻ ബീങ് അഗെയിൻ ലോസ്റ്റ് ആൻഡ് സൈറ്റ് ഹിയറിങ്. അപ്പം ഒന്നും കേൾക്കാതെയോ കാണാതെയോ പറയാതെയോ എങ്ങനെയാണ് നമ്മുടെ ഹെലന് പഠിച്ച് എഡ്യൂക്കേറ്റ് ആയത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് കേട്ടോ. ഞാനിതൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസേഴ്സൊക്കെ ഞാൻ വേറെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നീട് ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ വരുന്നതുണ്ടല്ലോ, ആ ഒരു കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോസിലാണ് എടുക്കുന്നത്. കാരണം എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ബാഗിലാണുള്ളത്, ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ അതിൽ എടുത്തിട്ടുള്ള വീഡിയോൻ്റെ അകത്തുള്ളതാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരുപാട് ദുരിതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിലെ ഓരോ കഷ്ടപ്പാടുകളെയും എന്താ പറഞ്ഞാൽ, എനിക്ക് ഹെലൻ കെല്ലർ എന്ത് ചെയ്തില്ല, എനിക്ക് കണ്ണ് കാണില്ല, എനിക്ക് ചെവി കേൾക്കില്ല, അല്ലെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കിനി എഡ്യൂക്കേറ്റഡ് ആവാൻ കഴിയില്ല, ഞാൻ വലിയ ആളോ അങ്ങനെയൊന്നും ഞാൻ ആവത്തില്ല എന്നൊന്നും നമ്മുടെ ഹെലൻ കെല്ലർ ചിന്തിച്ചില്ല കേട്ടോ. ഹെലൻ കെല്ലർ എന്ത് ചെയ്തു, അവൾ പഠിച്ചു, അവൾക്ക് വേണ്ടതൊക്കെ അവളായി ഇല്ലേ. എന്താ പറയുന്നത്, ഹെലൻ കെല്ലറിന് എന്താ പറയുക, ഹെലൻ കെല്ലർ കാരണം അവൾക്ക് ഇൽനെസ് ഉണ്ടായിരുന്നു എന്ന് അവൾ ചിന്തിച്ചിരുന്നെങ്കിൽ എന്താ ചെയ്യുക,
അതെന്ത് ചെയ്യും, അവളെ ഒരുപാട് ബാധിച്ച് കഴിഞ്ഞാൽ അവളുടെ ഓരോ പഠിപ്പിനെയും കാര്യങ്ങളെയും ഒക്കെ എന്ത് ചെയ്യും, അവൾക്ക് ഇല്ലസ് ഉണ്ട്, എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് അവളവിടെ ഇരുന്നിരുന്നെങ്കിൽ ഉറപ്പായാലും അവൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആ അവളുടെ ഈ അസുഖത്തെ മറികടന്ന് ചിന്തിക്കാൻ പോയിട്ട് ആ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യവും നമുക്ക് ആരെക്കൊണ്ട് കഴിയില്ല, നമ്മുടെ ഹെലൻ കെല്ലറിനെ കൊണ്ട് കഴിയില്ല. അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മുടെ ഹെലൻ കെല്ലർ വേണ്ട രീതിയാണ് നമ്മൾ അവിടെ ഹെലൻ കെല്ലറിൻ്റെ ഈ ഒരു ഓട്ടോബയോഗ്രാഫി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ, ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും. എന്ത് പ്രശ്നമാണ് അത്, പലതരം പ്രശ്നങ്ങളാവാം, എന്ത് പ്രശ്നവും ആവാം ജീവിതത്തിൽ. അപ്പോൾ ആ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ഏതൊരാൾക്കും ഏതൊരു പേഴ്സണും ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യമാണ് ആ ഒരു പേഴ്സണെ എന്ത് ചെയ്യുന്നത് വിജയത്തിലെത്തിക്കുന്നത്. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഹെലൻ കെല്ലർ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഹെലൻ കെല്ലറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, എഡ്യൂക്കേറ്റഡ് ആവാനോ പഠിക്കാനോ ഒന്നും തന്നെ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒന്നും ആവാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. ആ ഒരു സാഹചര്യം അവൾ ഓർത്ത് കുത്തിർന്നു കഴിഞ്ഞാൽ. ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രാഫിയാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ മാത്രമല്ല, ഒത്തിരി പേര് ഇനിയും ഉണ്ടറിയാൻ, ഒരുപാട് കൂട്ടുകാർ, അവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് താല്പര്യം ഉണ്ടാകും. അപ്പം ഇതെന്തായാലും അറിയണം. കാരണം ഹെലൻ കെല്ലറിൻ്റെ ഈ ഒരു ഓട്ടോബയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഒരു പാഠമാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ.